പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന ഉറച്ച നിലപാടുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ്. സ്ഥാനാർത്ഥിയാകാൻ താൽപര്യം അറിയിച്ച എംപിമാരോട് യുഡിഎഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു. എംപിമാരെ സ്ഥാനാർത്ഥിയാക്കിയാൽ മാത്രമേ വിജയിക്കൂ എന്ന സാഹചര്യം കേരളത്തിൽ എവിടെയും ഇല്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എംപിമാര് മത്സരിക്കുമോ മത്സരിക്കില്ലയോ എന്ന കാര്യത്തിൽ പാർട്ടിയുടെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. വിജയസാധ്യത നോക്കി മാത്രമേ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയുള്ളൂ എന്ന് തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അധികം വൈകാതെ പുറത്തിറക്കാനാണ് മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നീക്കം. കെ സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, എം കെ രാഘവൻ, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയവരൊക്കെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. എന്നാൽ എംപിമാർ മത്സരിക്കേണ്ട എന്ന സന്ദേശമാണ് ഹൈക്കമാൻഡ് കേരള നേതാക്കൾക്ക് നൽകുന്നത്. മത്സരിക്കാൻ താൽപര്യമറിയിച്ച എംപിമാരോട് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തന്നെ ഇക്കാര്യം അറിയിച്ചു. എംപിമാർ മത്സരിക്കേണ്ട അസാധാരണ സാഹചര്യം ഇപ്പോഴില്ല എന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നു. മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള എംപിമാരുടെ പേരുകൾ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതുകൂടി ഉയർത്തിക്കാട്ടിയാണ് പലരും ഹൈക്കമാൻഡിനെ സമീപിക്കുന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള അവസാന അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്ന സീനിയറായ പാർലമെന്റ് അംഗങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ആർക്കും അനുകൂല പ്രതികരണം ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിനുള്ള സാധ്യത തൽക്കാലം ഇല്ലെന്നും മുതിർന്ന നേതാക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. PR സുനിൽ, റിപ്പോർട്ടർ, ദില്ലി.